ചെറുപയർ കറി വയ്ക്കാം. ഇത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട കടലയാണ്. അത് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2 വിസിൽ അടുപ്പിക്കാം. ചെറുപയർ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴറ്റാൻ വേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കാൻ നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷമായിട്ട് നമുക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി വേപ്പിലെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. എല്ലാം തട്ടി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന പയർ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച പയർ നമ്മൾ ഈ വഴറ്റി വെച്ചതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ കൂട്ടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തേങ്ങാപ്പീര നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് പയർ തേങ്ങാപ്പീരയെല്ലാം ഇട്ട് നല്ലതായിട്ട് ഇട്ട് കൊടുത്തു. ഇളക്കി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ചെറുപയർ കറി റെഡി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അത് സെർവ് ചെയ്യാം.